ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മുടെ മലയാളിയുടെ പ്രിയപ്പെട്ട ഭക്ഷണമായ പുട്ടും കടലയാണ്. നല്ല പഞ്ഞി പോലത്തെ പുട്ടാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയുമാണ്. പക്ഷേ ഈ പുട്ടുണ്ടാക്കാനായിട്ട് നമ്മൾ പുട്ടുകുറ്റിയോ കുടവോ അതുപോലെ അപ്പച്ചമ്പോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഇങ്ങനെയൊരു പുട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കടലക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം കടലയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 8 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കുക്കറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടല. അതിനോട് ശേഷം പിന്നെ കുറച്ച് തേങ്ങാക്കൊത്താണ് ഇടുന്നത്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ പുട്ടിൻ്റെ കൂടെയുള്ള കടലക്കറിയിൽ തേങ്ങാക്കൊത്തുള്ളത്. അപ്പം അതുകൊണ്ടാണ് ചേർക്കുന്നത്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അതിനുശേഷം ഒരു സവോള ഇതുപോലെ വലിയ നൈസൊന്നും അല്ലാതെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പീസ് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം, അതായത് കടലയുടെ നികന്ന് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് കടല വേവിക്കാൻ വെക്കാം. കടല വെന്ത് വരുന്ന സമയത്ത് നമുക്ക് പുട്ടിൻ്റെ പൊടി തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. 240 ml കപ്പിന് 1.5 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. സാധാരണ പുട്ടുപൊടിയാണ്, പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന വറുത്ത പൊടി ഉണ്ടല്ലോ, പുട്ടുപൊടി, അതാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് പുട്ടിൻ്റെ പാകത്തിന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുഴയ്ക്കാൻ വെള്ളം ചേർക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ വെള്ളം ചേർത്താലും കുഴപ്പമില്ല. കാരണം ഇതിൻ്റെ തരികൾ വലുതായതുകൊണ്ട് വെള്ളം കുറച്ച് നല്ല പോലെ അങ്ങ് കുടിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കുറച്ച് നേരം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് കുറച്ച് നല്ല പോലെ അബ്സോർവ് ആകാനായിട്ട് എടുത്ത് വെക്കാം. ഇനി നമുക്ക് കടലയുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഞാൻ കടലയ്ക്ക് വേണ്ടി ഒരു സവോള ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളിയും കൂടി എടുത്ത് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് നമുക്കിനി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം നല്ലതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തോട്ട് ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും കുറച്ച് പെരിഞ്ചീരകം, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, കുറച്ച് ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ചതാണ്, ഇത്രയും കൂടി ചേർത്ത് നമ്മൾ വഴറ്റിയെടുക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ തേങ്ങാപ്പാൽ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് ഈ വഴറ്റിയെടുത്ത സവോളയും മസാലയും കൂടി നമ്മൾ നല്ലപോലെ ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുവാണ്. അപ്പോൾ അതിനകത്ത് ആ പാത്രവും കൂടി കഴുകിയ വെള്ളമൊക്കെ ചേർത്ത് നമുക്കിതിനെ നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ നല്ല പോലെ സ്മൂത്തായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് മിക്സ് അങ്ങ് ചേർക്കുമ്പോൾ കടലയ്ക്ക് നല്ല കൊഴുപ്പും കിട്ടും, നല്ല ടേസ്റ്റും കിട്ടുകയും ചെയ്യും. ഇതിനകത്ത് തേങ്ങ ചേർക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങയും ചേർക്കും. അപ്പോൾ ഞാൻ തേങ്ങ ചേർത്തിട്ടില്ല. ഈ സമയത്ത് പച്ചത്തേങ്ങ ചേർത്ത് കൊടുത്ത് അരച്ചാലും നല്ലതാണ്. അപ്പോൾ നമ്മളതും കൂടി ചേർത്തിട്ട് കടല ഇപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും കടല വേവിക്കുമ്പോൾ നല്ല രീതിയിൽ നല്ല പഞ്ഞി പോലെ കടല വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ആ മസാലയും കൂടി ചേർത്ത് തിളച്ച കടല ഒന്ന് കുഞ്ഞ് കടുക് പൊട്ടിക്കാം. ചീനിച്ചട്ടി വെച്ചിട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് കടുക് ഇട്ടിട്ട് കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും അതുപോലെ കുറച്ച് കറിവേപ്പിലയും വലിയ മുളകും കൂടി ഇട്ടിട്ട് കടുക് പൊട്ടിക്കുക. സാധാരണ എല്ലാത്തിനും കടുക് പൊട്ടിക്കുന്ന രീതിയിൽ തന്നെ നമുക്കിതിനെ കടുക് പൊട്ടിച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ കടലക്കറി, ടേസ്റ്റി ആയിട്ടുള്ള കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നമ്മുടെ കടലക്കറി ഇപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ന് നമ്മൾ തടക്കൻ ചെയ്തതും കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുത്താൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് എരിവിന് അതുപോലെ മസാലയ്ക്ക് വേണ്ടി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ ഇതുവരെ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല. ലാസ്റ്റ് കുരുമുളക് ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ പൊടി നനച്ച് വെച്ചിട്ട് കുറച്ച് നേരമായി വെള്ളമെല്ലാം അബ്സോർവ് ചെയ്ത് കുറച്ച് കട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പൊടിച്ചെടുക്കണം. ഇനി നമ്മൾ ഇതിനകത്ത് കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കാരണം ഇപ്പോൾ നല്ല പോലെ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളം ഒന്ന് തളിച്ച് കൊടുത്ത് ഒന്നും കൂടി പൊടി നനച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിനെ സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് 1-2 കാര്യം കൂടി ചെയ്യുമ്പോഴാണ് പുട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. ഇപ്പം ഞാനിവിടെ കുറച്ച് നെയ്യാണ് ചേർക്കുന്നത്. നെയ്യ് ചേർക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം. ഇപ്പോൾ ഞാനിവിടെ നെയ്യാണ് ചേർക്കുന്നത്. നെയ്യ് ചേർക്കുമ്പോൾ പുട്ട് നല്ല സോഫ്റ്റ്നെസ്സും അതുപോലെ നല്ല ടേസ്റ്റും കിട്ടും. അപ്പോൾ അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. പിന്നെ ഇതിനകത്തോട്ട് ഞാനിപ്പോൾ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങ ചേർക്കാൻ ഇഷ്ടമുള്ളവർ ചേർക്കുക. കാരണം തേങ്ങ ചേർക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുന്നതായിരിക്കും.
അപ്പം കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് ഇതിന് മിക്സിയിലൊന്ന് നമുക്ക് അടിച്ചെടുക്കണം. ഒന്ന് പൾസ് മോഡിൽ ഇട്ടിട്ട് 1-2 പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും പുട്ടൊന്നും കൂടി നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതേ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ, പുട്ടുപൊടി കാണുമ്പോൾ തന്നെ അറിയാം എത്ര നല്ല സോഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പുട്ടിൻ്റെ പൊടിയെല്ലാം മിക്സിയിൽ ഒന്നും കൂടി അടിച്ചൊക്കെ എടുത്ത് പുട്ടിൻ്റെ പൊടി ഇപ്പോൾ നന്നായിട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ പുട്ടുണ്ടാക്കാനായിട്ട് സാധാരണ പോലെ നല്ല ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പുട്ടുണ്ടാക്കുന്നത് ഇതുപോലെ ചിരട്ടയ്ക്കകത്താണ്. അപ്പോൾ ചിരട്ട ഇതുപോലെ കണ്ണുള്ള ചിരട്ട പീസ് എടുക്കുക. അതിനുശേഷം തുളയിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒന്നേ ഇട്ടിട്ടുള്ളൂ, 3 തുള വരെ നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം കുറച്ച് തേങ്ങ ആദ്യം ഇടാം. പിന്നെ നമ്മൾ പൊടി ചേർത്ത് കൊടുത്തിട്ട്, ചിലപ്പം വലിയ ചിരട്ടയാണ്, എൻ്റെ ഇച്ചിരി സൈസ് കൂടി ചിരട്ടയായിരുന്നതുകൊണ്ട് ഞാൻ 2 ലെയറായിട്ട് ഇടുന്നുണ്ട്. ചെറിയ ചിരട്ടയാണെങ്കിലും ഒത്തിരി നല്ലതാണ്, കാരണം അതിനകത്ത് കുറച്ച് പൊടിയേ ഉണ്ടാവുകയുള്ളൂ. നല്ല കുഞ്ഞു കുഞ്ഞ് പുട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതേ 2 ലെയറായിട്ടൊക്കെ ഇട്ട് തേങ്ങയൊക്കെ ഇട്ട് നമ്മുടെ പുട്ടിപ്പം നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ 3 ചിരട്ടയ്ക്കകത്താണ് ഇപ്പോൾ ആദ്യം തന്നെ പുട്ടിന് പൊടി റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ചിരട്ടയിൽ ഇതുപോലെ തന്നെ നിറച്ചെടുക്കാം. വേറെ ഒന്നും ചെയ്യാനില്ല, സെയിം പ്രോസസ്സ് തന്നെയാണ്. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന ടെസ്റ്റ് ഇതുപോലെ കുക്കറിലാണ് കേട്ടോ. ഇതുവരെ ആരും ഉണ്ടാക്കിയതായിട്ട് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ കുക്കറിലാണിത് റെഡിയാക്കുന്നത്. അപ്പം ഒരേ ടൈമിൽ ഞാൻ 3 ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതിൻ്റെ പുറത്തോട്ടൊരു വാഴയിലയും കൂടി വിടുന്നുണ്ട്. വാഴയിലും ഇപ്പോഴത്തേക്ക് അതിൻ്റെയും കൂടി ആ ഒരു സ്മെല്ലൊക്കെ കൂടി വന്നിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് 1 വിസിലടിക്കണം. അതിനുശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് വെക്കുക. വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, 1-2 വിസിലടിച്ചാൽ മതി. കണ്ടോ, പുട്ട് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും കേട്ടോ. ഇത് വിസിലടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതിൻ്റെ പ്രഷറൊക്കെ പോകും. ഒട്ടും നേരം പ്രഷർ നിൽക്കുന്നൊന്നുമില്ല. ഇനി ഇതുപോലെ തന്നെ ഞാൻ കുറച്ച് ഏത്തപ്പഴവും കൂടി ഇട്ട പുട്ടും ഉണ്ടാക്കണം. കുട്ടികൾക്കൊക്കെയാണ് അത് നല്ലതാണല്ലോ. ഇടയ്ക്കൊക്കെ ഏത്തപ്പഴം ഇട്ട് തേങ്ങയൊക്കെ ഇട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ആ പുട്ട് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് പുട്ടുണ്ടാക്കി നോക്കുമ്പോൾ സമയവും ലാഭിക്കാം, ഗ്യാസ് ലാഭിക്കാം. അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് കുക്കറിൽ അടിക്കുമ്പോൾ കിട്ടുന്നത്. ഏത്തപ്പഴം ചേർത്ത പുട്ടുണ്ടാക്കി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റാണ്. കാരണം നമ്മുടെ നേരത്തെ കുറച്ച് നെയ്യൊക്കെ പൊടി നനച്ചപ്പോൾ ഇട്ടായിരുന്നല്ലോ, അതിൻ്റെ ടേസ്റ്റൊക്കെ ഏത്തപ്പഴത്തിൻ്റെ കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സൂപ്പർ യമ്മി ടേസ്റ്റായിരുന്നു അത് കഴിക്കാനായിട്ട്. അപ്പം നമ്മുടെ ഏത്തപ്പഴം ചേർത്ത പുട്ടും ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ആ ചിരട്ടയുടെ ടേസ്റ്റും തേങ്ങയും ഒക്കെ കൂടി ചേർത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഏത്തപ്പഴത്തിൻ്റെ പുട്ടിന് ഭയങ്കര സൂപ്പർ യമ്മി ടേസ്റ്റായിരുന്നു. കാണുമ്പോൾ തന്നെ അറിയാം കണ്ടോ, എത്ര രസമായിട്ട് ആ പുട്ട് കാണുമ്പം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മുടെ ചിരട്ട പുട്ടുകളൊക്കെ ഞാനിപ്പോൾ ഒരു വാഴയിൽ എടുത്തിട്ട് അതിനകത്തോട്ട് വെക്കുകയാണ്. അത് വെക്കുമ്പോൾ തന്നെ നോക്കിക്കേ, അത് എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് വരണതെന്നുള്ളത്. അപ്പോൾ നമുക്ക് എത്ര വേണേലും ഇതുപോലെ ഉണ്ടാക്കും. പിന്നെ ഈ ചിരട്ട ഇച്ചിരി വലുതായിരുന്നത് കൊണ്ട് എനിക്ക് 3 ചിരട്ട വെക്കാൻ പറ്റുള്ളൂ. അതേസമയം ഒരു കുറച്ചും കൂടി ചെറിയ ചിരട്ടകളാണെങ്കിൽ നമുക്ക് 3-4 ചിരട്ടയൊക്കെ ഒന്നിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുട്ടിപ്പോൾ ഞാൻ കടലയുടെയും പഴത്തിൻ്റെയും പപ്പടത്തിൻ്റെയും ഒക്കെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ഇതുപോലെ കുക്കറിൽ പുട്ടുണ്ടാക്കുന്നത് ആരും കണ്ടു കാണാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു രീതിയിൽ പുട്ടുണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യും, അതുപോലെ ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അതിനുശേഷം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ പുതുതായിട്ടിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.